എല്ലാവർക്കും നമസ്കാരം. സുപ്രധാന നിയമങ്ങൾ എന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സ് നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സെഷനാണിത്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസിനൊക്കെ ചില സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഷൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉണ്ടായ നിയമമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിലവൻസ്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നോക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോടതികളിലെ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അവ ആര് ഹാജരാക്കണം എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ എന്താ ഉദ്ദേശം? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ആക്ട് ഈസ് എന്താണ് ഒരു കോടതിയിൽ കേസ് നടത്തിക്കുന്ന സമയത്ത് തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, ഈ തെളിവുകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച്, അവ ആര് ഹാജരാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നിയമമാണ് എന്ത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്ലിയറായി. 2, അംഗീകാരം ലഭിച്ച വർഷം 1872 മാർച്ച് 15-നാണ്. ഈ നിയമത്തിന് അംഗീകാരം ലഭിച്ച വർഷം എപ്പോഴാണ്? 1872 മാർച്ച് 15-നാണ്. നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1872 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു നിയമങ്ങൾ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനഃപൂർവ്വം ഒരുപാട് ഡേറ്റ്സ് പഠിക്കേണ്ട എന്ന രീതിയിലാണ് നമ്മൾ പൊതുവെ വർഷം പഠിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അംഗീകാരം ലഭിച്ച വർഷം 1872 മാർച്ച് 15 നിയമം നിലവിൽ വന്ന വർഷം 1872 സെപ്റ്റംബർ 1. പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് വന്ന നിയമമാണ്. അപ്പോൾ പാസ്സാക്കിയ വൈസ്രോയി ലോർഡ് മായോ ആണ്. ലോർഡ് മായോയുടെ സമയത്താണ്, അദ്ദേഹം വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് ഈ നിയമം പാസ്സായത്, ലോർഡ് മായോ. 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ അധ്യായങ്ങൾ എത്രയാണ്? 11 അധ്യായങ്ങളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഉള്ളത്. തെളിവിനെ പ്രധാനമായിട്ട് 9 തരംതിരിച്ചിട്ടുണ്ട്. എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 9 തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പ്രൈമറി, സെക്കൻഡറി, ഡയറക്റ്റ്, ഓറൽ, റിയൽ, അങ്ങനെയാണ് തെളിവിനെ പ്രധാനമായിട്ട് 9 തരംതിരിച്ചിരിക്കുന്നത്. ആ 9 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ എന്താണ് അങ്ങനെയുള്ള ഡിവിഷൻസ് മനസ്സിലാക്കാനാണ് അങ്ങനെയുള്ള എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി എവിഡൻസ് ഉണ്ട്, സെക്കൻഡറി എവിഡൻസ് ഉണ്ട്, ഡയറക്റ്റ് എവിഡൻസ്, ഓറൽ എവിഡൻസ്, അങ്ങനെയുള്ള എവിഡൻസിനെ 9 തരംതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഡൈൻ ഡിക്ലറേഷൻ, മരണമൊഴി, നമ്മൾ കേൾക്കുന്ന സിനിമയിലൊക്കെ കാണാറുന്ന, അപ്പോൾ മരിക്കുന്ന ആൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മൊഴി, അതാണ് മരണമൊഴി എന്ന് പറയുന്നത്, ഡൈൻ ഡിക്ലറേഷൻ. അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 32 അപ്പോൾ 32(1) ക്ലോസ് 1. അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ മതി. ചോദ്യങ്ങൾ ചിലപ്പോൾ 32 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡൈൻ ഡിക്ലറേഷൻ, മരണമൊഴി പ്രതിപാദിക്കുന്നത് 32. അതിന് തന്നെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അദ്ദേഹം മരിക്കപ്പെടണം, ഇഞ്ചുറീസ് ഫേറ്റലായിരിക്കണം, അങ്ങനെ മരണപ്പെട്ടെങ്കിൽ മാത്രമേ മരണമൊഴിക്ക് റെലവൻസ് ഉള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ കണ്ടീഷൻസ് ഒരുപാടുണ്ട്. നിയമം രൂപം കൊണ്ടപ്പോൾ ഉണ്ടായ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നപ്പോൾ ഉണ്ടായ വകുപ്പുകൾ എന്ന് പറയുന്നത് 167 വകുപ്പുകളാണ് നിയമം രൂപം കൊണ്ടപ്പോൾ ഉണ്ടായ വകുപ്പുകൾ. ഭാഗങ്ങൾ, എത്ര ഭാഗങ്ങളാണുള്ളത്? 3 ഭാഗങ്ങളായിട്ടാണ് ഈ നിയമത്തെ തിരിച്ചിരിക്കുന്നത്. അപ്പം അതിലൊന്ന്, ആദ്യത്തെ ഭാഗം പാർട്ട് 1 പറഞ്ഞിരിക്കുന്ന വസ്തുതകളുടെ പ്രസക്തി, റെലവൻസ് ഓഫ് ഫാക്ട്സ് എന്നാണ് ആദ്യത്തെ ഭാഗത്തെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വസ്തുതകളുടെ പ്രസക്തിയാണ്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഫാക്ട്സ്? ഈ പറയുന്ന വസ്തുതകളുടെ പ്രസക്തി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പാർട്ട് 1 പാർട്ട് 2 തെളിവിനെ സംബന്ധിച്ച്, ഓൺ പ്രൂഫ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ തെളിവിനെ സംബന്ധിച്ചുള്ളത് എന്നാണ്. പാർട്ട് 3 എന്താണ്? തെളിവ് ഹാജരാക്കലോ അതിൻ്റെ ഫലവും, പ്രൊഡക്ഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് എവിഡൻസ്. ഇപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ തെളിവ് ഹാജരാക്കലോ അതിൻ്റെ ഫലവും ആണ് എന്ത്? പാർട്ട് 3. അപ്പോൾ പാർട്ട് 3 ഭാഗങ്ങൾ 3 നിയമം രൂപം കൊണ്ടപ്പോൾ ഉണ്ടായ വകുപ്പുകളുടെ എണ്ണം 167. ഡൈൻ ഡിക്ലറേഷൻ, മരണമൊഴി എന്നത് പ്രതിപാദിക്കുന്ന 32ാമത്തെ സെക്ഷനിലാണ്. തെളിവിനെ പ്രധാനമായി 9 തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസ്, ഓറൽ എവിഡൻസ്, റിയൽ എവിഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 11 അധ്യായങ്ങളാണുള്ളത്. പാസ്സാക്കിയ വൈസ്രോയ്, ആ സമയത്ത് നിയമം പാസ്സാവുമ്പോൾ ഉണ്ടായ വൈസ്രോയ് ആരാണ്? ലോർഡ് മായോ ആണ്. നിയമം നിലവിൽ വന്ന വർഷം 1872 സെപ്റ്റംബർ 1. അംഗീകാരം ലഭിച്ച വർഷം അത് തന്നെയാണ്. പക്ഷേ ഡേറ്റ് എത്രയാണ്? മാർച്ച് 15. തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അവ ആര് ഹാജരാക്കണം എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ഇതാണ് സുപ്രധാന നിയമങ്ങളിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് നിയമമായിട്ട് അടുത്ത സെഷനിൽ വരാം. ബൈ, ടേക്ക് കെയർ.